ചില കഥകൾക്ക് നിറമില്ല, ചില ഓർമ്മകൾക്ക് രൂപമില്ല, പക്ഷെ അവയ്ക്കൊരു സുഗന്ധമുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് അത്ര ശക്തമായൊരു കഥയാണ്, സുഗന്ധത്തിൻ്റെ കഥ, ദ ടെയിൽ ഓഫ് പെർഫ്യൂംസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് ഫ്രം എ ഹാർട്ട് വിത്ത് മീ, എലിസബത്ത് ജൂഡി. ആദ്യകാല ക്ഷേത്രങ്ങളിൽ പുരോഹിതർ ധൂപം കത്തിക്കുമ്പോൾ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ പ്രാർത്ഥന, തങ്ങൾ ദൈവത്തോട് പറയുന്ന പരാതികളും പരിഭവങ്ങളും എല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ സുഗന്ധമായിരുന്നു എന്നാണ്. അത് ദൈവത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രാർത്ഥന നിറവേറുമെന്നാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞ ഈ സുഗന്ധത്തിൻ്റെ കഥ തന്നെ തുടങ്ങുന്നത്. സുഗന്ധം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ പെർഫ്യൂം, പുകവലിക്കുക എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ പെർഫ്യൂമറിൽ നിന്നാണ് പെർഫ്യൂം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞെത്തുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കുന്ന കല എന്ന നിലയിൽ പെർഫ്യൂമറി ആരംഭിച്ചത് ഈജിപ്തിലെ മെസപ്പൊട്ടാമിയയിലും സിന്ധു നദീതട നാഗരികതയിലും ഒരുപക്ഷെ പുരാതന ചൈനയിലും ആയിരിക്കണം. റോമാക്കാരും മുസ്ലിങ്ങളുമാണ് ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് പരിഷ്കരിച്ചു കൊണ്ടുവന്നതും അത് വിപണിയിലോട്ട് എത്തിച്ചതും. ലോകത്തിൽ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട രസതന്ത്രജ്ഞരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നത് തപ്പുട്ടി എന്ന സ്ത്രീയാണ്. BC 2ാം സഹസ്രാബ്ദത്തിൽ മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള ഒരു ക്യൂണിഫോം ടാബ്ലറ്റിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പെർഫ്യൂം നിർമ്മാതാവായിരുന്നു അവർ പൂക്കൾ, എണ്ണ എന്നിവയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ച് വാറ്റിയെടുത്ത ശേഷം അത് പിന്നീട് ഫിൽട്ടർ ചെയ്ത് പലതവണ സ്റ്റില്ലിലിട്ട് വെച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെന്നുണ്ടെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിലാണ് സുഗന്ധദ്രവ്യങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം നിലനിന്നിരുന്നത്. സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പെർഫ്യൂംസ് യൂസ് ചെയ്യാത്ത ആരും തന്നെ ഇല്ല. പെർഫ്യൂംസും ഡിയോഡ്രൻറ്റും അത്തർ, ഊത്, അങ്ങനെ പല പല പേരുകളിലായിട്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ പുരാതന കാലത്ത് ആളുകൾ ബദാം, മല്ലി, മർട്ടിൽ, കോണിഫർ റെസിൻ, ബെർഗാമോട്ട് ഇതുപോലെ കുറേ ഔഷധ സസ്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 9ാം നൂറ്റാണ്ടിൽ അറബ് രസതന്ത്രജ്ഞനായ അൽകിന്തസ് സുഗന്ധ തൈലങ്ങൾ, സാൽവുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, വില കൂടിയ മരുന്നുകളുടെ പകരക്കാർ അല്ലെങ്കിൽ അനുകരണങ്ങൾ എന്നിവയ്ക്കുള്ള 100-ലധികം പാചകക്കുറിപ്പുകൾ തുടങ്ങിയ പെർഫ്യൂം ആൻഡ് ഡിസ്റ്റിലേഷൻസ് എന്ന പുസ്തകം എഴുതി. ഇനി പേർഷ്യൻ രസതന്ത്രജ്ഞനായ ഇബ്നു സീന ഈ പ്രക്രിയ എണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അവതരിപ്പിച്ചു. ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണിത്, ഡിസ്റ്റിലേഷൻ വഴിയൊക്കെ. അദ്ദേഹം ആദ്യം റോസാപ്പൂവിൽ പരീക്ഷണം നടത്തി കണ്ടെത്തുന്നതുവരെ ദ്രാവക സുഗന്ധദ്രവ്യങ്ങൾ, എണ്ണയും പൊടിച്ച ഔഷധ സസ്യങ്ങളും ദളങ്ങളും ഇതെല്ലാം അടങ്ങിയ മിശ്രിതങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് ശക്തമായൊരു മിശ്രിതമാക്കി അതിനെയാണ് റോസ് വാട്ടറാക്കി നമ്മൾ പിന്നീട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഭയങ്കര പോപ്പുലാരിറ്റിയിലെത്തി. അസംസ്കൃത ചേരുവകളും വാറ്റിയെടുക്കൽ സാങ്കേതിക വിദ്യയും പാശ്ചാത്യ സുഗന്ധദ്രവ്യങ്ങളും ശാസ്ത്രീയ വികസനങ്ങളെയും പ്രത്യേകിച്ച് രസതന്ത്രത്തെയും സാരമായി സ്വാധീനിച്ചു. പടിഞ്ഞാറ് റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം പടിഞ്ഞാറൻ യൂറോപ്പിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചൊരു തർക്കം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കുറച്ചുകൂടിയും ക്ലാരിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 711, 828 കാലഘട്ടങ്ങളിൽ സ്പെയിനിലും തെക്കൻ ഇറ്റലിയിലുമാണ് കൂടുതലായിട്ട് ഇസ്ലാമിക് അധിനിവേശം ഉണ്ടായത്. സ്പെയിനിൽ തന്നെ ആൻഡലൂഷ്യക്കാരിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഫ്രീഡം കൂടുതലായിരുന്നു. അവിടുത്തെ അന്ന് വന്നു കയറിയ മുസ്ലിംസിനെക്കാട്ടും സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അവർക്ക് പുറത്ത് പോകാൻ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടായിരുന്നു വെൻ കമ്പയർഡ് ടു ദ മുസ്ലിം ലേഡീസ്. അവർ ആ സ്വാതന്ത്ര്യത്തിൽ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നതും എല്ലാം ഈ സുഗന്ധദ്രവ്യങ്ങൾ വെച്ചിട്ടാണ്. അത് അവരൊരു മാർഗമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അവർ വീടിന് പുറത്ത് അവരുടെ പ്രണയബന്ധം സാധ്യമാക്കി. ഇതൊക്കെ കഥകളാണ് കേട്ടോ.
ഇതേപോലെ സുഗന്ധത്തിനെ പറ്റി ഒരുപാട് കഥകളുണ്ട്. അതുപോലെ എനിക്ക് വന്നൊരു ഡൗട്ടായിരുന്നു അത്തറും ഊതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഞാനതിനെക്കുറിച്ച് റിസർച്ചൊക്കെ നടത്തി ചെറിയ ചെറിയ അറിവുകളൊക്കെ ഞാൻ ശേഖരിച്ചത് ഇങ്ങനെയായിരുന്നു. അത്തർ കംപ്ലീറ്റ്ലി ആൽക്കഹോൾ ഫ്രീ ആണ്, പക്ഷെ ഊത് കംപ്ലീറ്റ്ലി ആൽക്കഹോൾ ഫ്രീ അല്ല. രണ്ടും പ്രകൃതിദത്തമായ ചേരുവകൾ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ചും കൂടിയും വിലപിടിപ്പ് അല്ലെങ്കിൽ ആഡംബരമായിട്ട് കൊണ്ടു നടന്നിരുന്നത് ഊതായിരുന്നു. രണ്ടും എണ്ണ പോലെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിനൊരു ഭയങ്കരമായൊരു ഇൻറ്റൻസ് സ്മെല്ലാണ് അത്തറിനും ഊതിനും ഉണ്ടായിരുന്നത്. അത് കൂടുതലും അറബികളാണ് വിപണി അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണതും. അതിൻ്റെയൊക്കെ ഒരു സ്ട്രോങ് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം ഒരു 24 hours ഒക്കെ നിൽക്കും. എവിടെ പോയാലും ആ സ്മെല്ല് നമുക്ക് കിട്ടുമായിരുന്നു. ഇനി ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പുരോഹിതർ ധൂപമൊക്കെ കത്തിക്കുമ്പോൾ മനുഷ്യർ വിശ്വസിച്ചിരുന്ന ആ സുഗന്ധമാണ് അവരുടെ ദേവന്മാരുടെ കാതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. നൈൽ നദീതീരത്ത് ക്ലിയോപാട്ര തൻ്റെ റോസാപ്പൂവിൻ്റെ എണ്ണയിലാണ് കുളിച്ചിരുന്നത്. റോസാപ്പൂവും ബദാമും പാലും ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ക്ലിയോപാട്ര കുളിച്ചിരുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പറയപ്പെടുന്നത് അവളുടെ കപ്പൽ അലക്സാണ്ട്രിയ തുറമുഖത്ത് എത്തുമ്പോൾ കാറ്റിൽ വീശിയ പുഷ്പസുഗന്ധം പോലും ആൾക്കാരെ വിസ്മയിപ്പിച്ചു എന്നാണ്. കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ റോമിലെ ചക്രവർത്തിമാരെ റോസാപ്പൂവിലാണ് കുളിച്ചിരുന്നത്. ഫ്രാൻസിലെ രാജാക്കന്മാർ കൊട്ടാരങ്ങൾ സുഗന്ധത്തോടുകൂടെ നിറച്ചു. അത് ആഡംബരത്തിന് ചിഹ്നമായി മാറി. യുദ്ധത്തിലും സുഗന്ധത്തിൻ്റെ പങ്കുണ്ടായിരുന്നു അത്രേ. നെപ്പോളിയൻ യുദ്ധഭൂമിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട വയലറ്റ് പെർഫ്യൂം കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ സുഗന്ധത്തിൻ്റെ ഏറ്റവും വലിയ കഥ ഓർമ്മകളുടെ കഥയാണ്. ചിലപ്പോൾ ഒരു സുഗന്ധം നമ്മെ 10,000 വർഷം പിന്നിലേക്ക് കൊണ്ടുപോകും. ഒരു പ്രണയകഥയിലേക്കോ ബാല്യത്തിലെ വീട്ടിലേക്കോ ഒരിക്കലും തിരികെ വരാത്ത ഒരാളിലേക്കോ. ഇന്നത്തെ ലോകത്ത് പ്രകൃതിദത്ത എണ്ണകളിൽ നിന്നും തുടങ്ങി ഡിസൈനർ ബോട്ടിലുകളിലേക്ക് വരെ പെർഫ്യൂം മാറി. പക്ഷെ അതിൻ്റെ കഥ അതേപോലെയാണ്. കണ്ണിൽ കാണാൻ കഴിയാത്തതെങ്കിലും ഹൃദയത്തിൽ സ്പർശിക്കുന്ന, ഒരിക്കലും മറക്കാനാകാത്ത കഥ. സുഗന്ധം അദൃശ്യമാണ്, പക്ഷെ അതിൻ്റെ കഥ എന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. ഇതാണ് ദ ടെയിൽ ഓഫ് പെർഫ്യൂംസ്.